വെൽക്കം ബാക്ക്. എല്ലാവരും ഇപ്പോൾ എക്സാം പ്രിപ്പറേഷൻ തിരക്കിലായിരിക്കും അല്ലേ. നമുക്കിന്ന് റീസെൻ്റ്ലി CBSE റിലീസ് ചെയ്ത ഒരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്ത് നോക്കാം. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ രണ്ട് ടേബിൾ കാണാൻ പറ്റും. ഒന്നിലെ സിമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, മറ്റൊന്നിലെ സിഗ്നിഫിക്കൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിലെ ഇൻകറക്റ്റായി വന്നിരിക്കുന്ന പെയേഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്യാം. നമുക്ക് ഒരെണ്ണം നോക്കാം. ലിബർട്ടി റെഡ് ക്യാപ് ബ്രോക്കൺ ചിന്ത, അത് കറക്റ്റാണ്, നമുക്കറിയാം. ജസ്റ്റിസ് ബ്ലൈൻഡ് ഫോൾഡഡ് വിമൻ ക്യാരിങ് എ പെയർ ഓഫ് വിങ്സ്, ദാറ്റ് ആൾസോ കറക്റ്റ്. ഹീറോയിസം ദ ട്രൈക്കളർ, അത് റോങ് ആണ്. ഹീറോയിസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതല്ല ട്രൈക്കളർ. നമുക്കറിയാം റെഡിനെസ് ഫൈറ്റ് എന്ന് പറയുന്ന സോഡാണ്, ദാറ്റ് ആൾസോ കറക്റ്റ്. സോ ഇവിടെ 6 റോങ് ആയിട്ട് വന്നിരിക്കുന്നത്. അതായത് സി ആണ് അവിടെ നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 2. Most conservative regime set up in 1815 imposed censorship laws. Which of the following did they want to control through such laws? നമുക്കറിയാം 1815 ശേഷം വന്ന കൺസർവേറ്റീവ് റെഷീംസ് എല്ലാം അവരുടെ കൺട്രീസ് ഒരുപാട് സെൻസർഷിപ്പ് ലോസ് ഇമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എന്തിനു വേണ്ടി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് 2 reasons. ഫസ്റ്റ് വൺ, what was written about them? അതായത് ആളുകൾ ഇവരെ പറ്റി എഴുതുന്നവർക്ക് ഇഷ്ടമായിരുന്നില്ല. പീപ്പിൾ ഡോട്ട് മെനി തിങ്സ് എഗെയിൻസ്റ്റ് കൺസർവേറ്റീവ് റെഷീംസ്. സോ ഇതിൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ വരുന്നത് ഇതാണ്. മറ്റൊന്ന്, ദ സ്പ്രെഡ് ഓഫ് ഐഡിയാസ് ഓഫ് ലിബർട്ടി ആൻഡ് ഫ്രീഡം റിഫ്ലക്റ്റഡ് ഇൻ ദ ന്യൂസ് പേപ്പേഴ്സ്. അത് ആളുകൾ എസ്പെഷ്യലി ലിബറൽസൊക്കെ അവരുടെ ന്യൂസ് പേപ്പേഴ്സിൽ അവരുടെ മെയിൻ ഐഡിയ ആയിട്ടുള്ള ലിബറൽസിനെ കുറിച്ചും അതുപോലെ ഫ്രീഡത്തെക്കുറിച്ചും ഇക്വാളിറ്റിയെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. സോ ഇറ്റ് വാസ് ആൾസോ എഗെയിൻസ്റ്റ് ദ കൺസെപ്റ്റ് ഓഫ് കൺസർവേറ്റിസം. സോ ഈ 2 കാര്യം കൊണ്ടാണ് അവരവിടെ ഈ ഒരു സെൻസർഷിപ്പ് ലോസ് ഇമ്പോസ് ചെയ്യാൻ കാരണം. സോ P and R. ക്വസ്റ്റ്യൻ നമ്പർ 3. നമുക്ക് പലപ്പോഴും കേട്ടുപരിച്ചുള്ള ക്വസ്റ്റ്യനാണ് വെൻ ഫ്രാൻസ് നീസസ് ദ റെസ്റ്റ് ഓഫ് യൂറോപ്പ് ക്യാച്ചസ് കോൾഡ്. പക്ഷേ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആര് പറഞ്ഞു എന്നല്ല, വാട്ട് ഡിഡ് ഡ്യൂക്ക് മെറ്റേണിച്ച് മീൻ ബൈ ദി സ്റ്റേറ്റ്മെൻറ്റ്. കുറച്ച് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് നമുക്കറിയുന്ന കാര്യം തന്നെയാണ്. ഫ്രാൻസ് നാഷണലിസ്റ്റ് മൂവ്മെൻറ്റ് ഇൻസ്പയർഡ് അതർ നേഷൻ. നമുക്കറിയാം ഫ്രഞ്ച് റവല്യൂഷനൊക്കെ വളരെ പെട്ടെന്ന് തന്നെ മറ്റ് കൺട്രീസിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നൗ അതിൽ റോർ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. What was a custom union or Zollverein formed by Prussia and most of the German state in 1834? നമുക്കറിയാം സോൾവറിനെ കുറിച്ച് ഒരുപാട് കാര്യം പഠിച്ചായിരുന്നു. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ് സോൾവറിൻ എന്നുള്ളതാണ്. സോ അതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. ടു അബോളി സ്റ്റേറ്റ് ഇമ്പോസ് റെസ്ട്രിക്ഷൻ ഓൺ ദ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് ക്യാപ്. അതായിരുന്നു സോൾവറിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. നൗ ക്വസ്റ്റ്യൻ നമ്പർ 4. Which of the following relief features of India possesses the highest reserves of minerals and fossil fuels? ഇത്രയേ ഉള്ളൂ. ഇന്ത്യയിലെ ഏത് റിലീഫ് ഫീച്ചേഴ്സിലാണ് കൂടുതൽ മിനറൽ ഡെപ്പോസിറ്റ് കാണുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഛോട്ടാ നാഗ്പൂർ പ്ലാന്റിൽ നമുക്ക് ഒരുപാട് മിനറൽ ഡെപ്പോസിറ്റ് വരുന്നത്. നൗ ഇനി ഇവിടെ നിങ്ങളോടൊരു പാസേജ് വായിക്കാൻ പറയുന്നത്, ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് വായിച്ച് നോക്കുക. നമുക്കതിന് ആൻസർ മാത്രം ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ കറക്റ്റ് ആൻസർ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ് ദ പാസേജ്? അതിൽ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്. ഇന്ത്യ ഹാസ് എനോമസ് ഡൈവേഴ്സിറ്റി ഇൻ ദ അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ്. അടുത്ത ക്വസ്റ്റ്യൻ ഒരു അസേർഷൻ ബേസ്ഡ് ടൈപ്പ് ക്വസ്റ്റ്യനാണ്. അസേർഷൻ ഇങ്ങനെയാണ്. റിസോഴ്സ് പ്ലാനിങ് ഈസ് എ കോംപ്ലെക്സ് പ്രോസസ്. നമുക്കറിയാം അത് കറക്റ്റാണ്. ഇനി റീസൺ ഇങ്ങനെയാണ്. റിസോഴ്സ് പ്ലാനിങ് ഹെൽപ്സ് ഇൻ ഇഫക്റ്റീവ് ആൻഡ് ജുഡീഷ്യസ് യൂസ് ഓഫ് റിസോഴ്സ്. അതും കറക്റ്റ് അല്ലേ? നമുക്ക് റിസോഴ്സ് നമ്മൾ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ ഒരു നല്ലൊരു പ്ലാൻ ഉണ്ടായിരിക്കണം. അതും കറക്റ്റാണ്. ബട്ട് നമുക്കിത് തമ്മിൽ അത്ര ഒരു കണക്ഷൻ കാണാൻ പറ്റാത്തത് കാരണം നമുക്ക് എന്ത് സെലക്ട് ചെയ്യാം? ഓപ്ഷൻ ഡി സെലക്ട് ചെയ്യാം. ബോത്ത് എ ആൻഡ് ആർ ട്രൂ ബട്ട് ആർ ഡസ് നോട്ട് എക്സ്പ്ലെയിൻ എ. നൗ ക്വസ്റ്റ്യൻ നമ്പർ 7. ഹൂ ആർ ഇൻഎലിജിബിൾ ടു വോട്ട് ഇൻ ദ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ഇൻ ഇന്ത്യ? അത് കുറച്ചുകൂടെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് മെമ്പേഴ്സ് ഓഫ് ദി സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ. ഇവർക്ക് നമ്മുടെ ഓരോ സ്റ്റേറ്റിലെയും ലെജിസ്ലേറ്റീവ് കൗൺസിൽ മെമ്പേഴ്സിനാണ് ഇവിടെ പ്രസിഡന്റ് ഇലക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാത്തത്. നൗ ക്വസ്റ്റ്യൻ നമ്പർ 8. എവറിത്തിങ് വുഡ് കം ടു ആൻ എൻഡ് ഇഫ് ദ ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യൽ പവേഴ്സ് ഓഫ് ദ ഗവൺമെൻറ് were to be exercised by the same person or authority. ഇത് പറഞ്ഞത് ആരാണ്? മൊണ്ടസ്ക്യൂ. നമുക്കറിയാം ഒരു ഫ്രഞ്ച് ജൂറിസ്റ്റ് ആയിരുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ബെസ്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദിസ് കോഡ്? ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഇൻ്റർപ്രിട്ടേഷനാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ഈസ് നീഡഡ് ടു സ്ട്രെങ്തൻ ഡെമോക്രസി. അത് നമുക്കറിയാം ഇന്ത്യയിൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ മൂന്ന് ബോഡിക്കും 3 ഓർഗനും ഡിഫറെൻറ്റ് പവേഴ്സും ഫംഗ്ഷനും കൊടുത്തിരിക്കുന്നത്. അതെന്തിനാണ്?
ആ ഒരു പവർ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻ ഓർഡർ ടു സ്ട്രെങ്തൻ അവർ ഡെമോക്രസി. നൗ ക്വസ്റ്റ്യൻ നമ്പർ 9 ഇങ്ങനെയാണ്. പവർ ഷെയറിംഗ് ക്യാൻ ബി വെർട്ടിക്കൽ ആസ് വെൽ ആസ് ഹൊറിസോണ്ടൽ. ഓൾ റിലീജിയസ് കമ്മ്യൂണിറ്റീസ് ഹാവ് റിസർവ്ഡ് സീറ്റ് ഇൻ ദ സെൻട്രൽ ഗവൺമെൻറ് ഇൻ ഇന്ത്യ. അതിൽ ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്? നമുക്കറിയാം പവർ ഷെയറിംഗ് വെർട്ടിക്കൽ ആവാം, ഹൊറിസോണ്ടൽ ആവാം, അത് കറക്റ്റാണ്. നൗ വാട്ട് അബൌട്ട് ദ ലാസ്റ്റ് വൺ? ഈ ലാസ്റ്റ് വണ്ണിൽ പറഞ്ഞിരിക്കുന്നത് ഇത് കറക്റ്റാണ്. എല്ലാ റിലീജിയസ് കമ്മ്യൂണിറ്റീസിനും റിസർവ്ഡ് സീറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അതല്ല, നമുക്കറിയാം എല്ലാ റിലീജിയസ് കമ്മ്യൂണിറ്റീസും വരുന്നില്ല, ചില കമ്മ്യൂണിറ്റീസും എസ്പെഷ്യലി മൈനോറിറ്റീസ് മാത്രമാണ് ഈ റിസർവേഷൻ വരുന്നത്. സോ ഇത് റോങ് ആണ്. സോ ഓൺലി പി ഈസ് ദ കറക്റ്റ് ആൻസർ. നൗ ക്വസ്റ്റ്യൻ നമ്പർ 10. Given below is the income distribution of two fictional countries, each with a population of 5%. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻസ് വർക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിൽ ഏത് ഇമാജിനറി കൺട്രിയിലാണ് റിച്ചും പൂറും തമ്മിലുള്ള ഗ്യാപ്പ് ഒന്നുകൂടെ വൈഡായിട്ട് വരുന്നത്? നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ അല്ലെ? നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ ഒരു കൺട്രിയിൽ ഇവിടെ ഒരാളുടേത് 9,500 ആണെങ്കിൽ മറ്റൊരാളുടെ ഇവിടെ 10,000 വരുന്നുണ്ട്. എന്നാൽ ഈ ക്യൂവിൽ അത്ര ഡിഫറൻസ് വരുന്നില്ല. സോ ഏതായിരിക്കും വൈഡ് ഗ്യാപ്പ് വരുന്നുണ്ടായിരിക്കുക? കൺട്രി പിയിലായിരിക്കും. നൗ ക്വസ്റ്റ്യൻ നമ്പർ 11. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പബ്ലിക് ഗുഡ്? പബ്ലിക് ഗുഡിൽ വരാത്ത കാര്യം ഏതാണ് ചോദിച്ചിരിക്കുന്നത്? നമുക്ക് ഈസിയായിട്ട് അറിയാൻ പറ്റും. അവിടെ സ്റ്റേഷനറിയാണ്, ബാക്കിയെല്ലാം പബ്ലിക്, എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നൗ ക്വസ്റ്റ്യൻ നമ്പർ 12. Which of the following gives the correct explanation of gross domestic product? എത്രയേ ഉള്ളൂ GDP ഡെഫിനേഷൻ അവിടെ ചോദിച്ചിരിക്കുന്നത്, നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ഏതാണ് കറക്റ്റ് ആൻസർ? സി ആണ്. ദി വാല്യൂ ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ഈസ് ആഡഡ് അപ്പ് ഫോർ ദ 3 sectors for 1 year. Now question number 13. Which of the following is an example of the dependency of the primary sector on the tertiary sector? നമുക്കറിയാം പ്രൈമറി സെക്ടറും ടെറിഷറി സെക്ടറും തമ്മിൽ നല്ലൊരു റിലേഷൻ വരുന്നുണ്ട്. അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? വളരെ ഈസിയാണ്, നമുക്കിവിടെ കാണാൻ പറ്റും. ഡയറി ആൻഡ് പോൾട്രി പ്രൊഡ്യൂസേഴ്സ് സഫേർഡ് എ ലോസ് വെൻ ദ ഷോപ്സ് വെൻഡ് ഓൺ സ്ട്രൈക്ക്. അല്ലേ? ഇപ്പോൾ ഒരു പാല് വിൽക്കുന്ന ആൾ പെട്ടെന്ന് അയാൾ കൊണ്ടു കൊടുക്കുന്ന ഈ പാല് വിൽക്കുന്ന കട അടച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഒരുപാട് ലോസ് ഉണ്ടായിരിക്കും. അതെന്തിനാണ് കാണിക്കുന്നത്? ആ ഒരു പ്രൈമറിയും സെക്കൻഡറിയും തമ്മിലുള്ള ആ ഒരു റിലേഷനാണ് കാണിക്കുന്നത്. നൗ ഇവിടെ ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ഗ്രാഫ് റീഡ് ചെയ്തതിന് ശേഷം വളരെ സിമ്പിളായിട്ടുള്ള ചില ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ബെസ്റ്റ് എക്സ്പ്ലെയിൻ ദ ഗ്രാഫ്? അതിൽ കറക്റ്റായിട്ട് വരുന്നത് നിങ്ങൾ ജസ്റ്റ് ആ മാപ്പ് ഒന്ന് നോക്കുക, ഗ്രാഫ് ഒന്ന് നോക്കുക, വീഡിയോ പോസ്റ്റ് നോക്കുക, അത്രയേ ഉള്ളൂ. അതിൽ കറക്റ്റായിട്ട് വരുന്നത് സി ആണ്. അതായത് നമുക്ക് കാണാൻ പറ്റും ഈ ഒരു 1973യും 2013 കമ്പയർ ചെയ്യുമ്പോൾ ദ പ്രൊഡക്ഷൻ ഇൻ ഓൾ ദ 3 sectors ഹാസ് ഇൻക്രീസ്. ഇല്ലേ? 3 ഇൻക്രീസ് ആയിട്ടില്ലേ? ഇനി കൂടുതൽ ഇൻക്രീസ് വന്ന ഏതിലാണ്? ദ മോസ്റ്റ് ഇൻ ദ ടെറിഷറി സെക്ടർ. ദിസ് ഇൻക്രീസ് ഈസ് മോർ വിസിബിൾ ഇൻ ദി ടെറിഷറി സെക്ടർ. സോ ഓപ്ഷൻ സി ആണ് അവിടെ കറക്റ്റ് ആൻസർ. ഇനി നമുക്ക് വരുന്ന ഒരു പാസേജ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ജസ്റ്റ് ഒരു കാര്യം ചെയ്യാം, ഇതിൻ്റെ PDF പോസ്റ്റ് ചെയ്യാം വിത്ത് ആൻസർക്ക്, നിങ്ങൾ ചെയ്ത് നോക്കുക. 15 to 19 ക്വസ്റ്റ്യൻ ഒരു പാസേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. Now again question number 20 to 24 ഒരു പാസേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ച് നോക്കുക, ആൻസർ ചെയ്യുക. ഞാൻ PDF പോസ്റ്റ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കമൻറ്റ് ചെയ്യാം. സോ 20 to 24 ഇത് പ്രകാരം ഒരു സോഴ്സ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. എഗെയിൻ 25 to 29 സോഴ്സ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അത് നിങ്ങൾ വായിച്ച് നോക്കുക. ഡൗട്ട് നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യാം, റിപ്ലൈ ചെയ്തിരിക്കും. ഇനി നമുക്ക് 30 നോക്കാം. ഇവിടെ നിങ്ങൾക്കൊരു ഫ്ലോ ചാർട്ട് കാണാൻ പറ്റും അല്ലേ? അതിൽ സീരിയൽസ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയായിട്ടാണ്? ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ റൈസ്, സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ വീറ്റ്, തേർഡ് ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് കൊടുത്തിട്ടില്ല, അത് ബ്ലാങ്ക് ആണ്. അതിൻ്റെ സബ് ക്ലാസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് ജോവ്, ബജ്ര, റാഗി. നിങ്ങൾ പഠിച്ച കാര്യമായിരുന്നു അത് അല്ലേ? അപ്പോൾ ഏതാണ് അവിടെ മിസ്സിംഗ് സ്പേസിൽ വരേണ്ടത്? ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. മില്ലറ്റാണ് അവിടെ ആൻസർ വരുന്നത്. സി ആണ് ആൻസർ. Now question number 31. അവിടെ നിങ്ങൾക്കൊരു പിക്ചർ കാണാൻ പറ്റും. ലുക്ക് അറ്റ് ദിസ് പിക്ചർ ഓഫ് മാഹിർ ഹു പ്രാക്ടീസസ് ഓർഗാനിക് ഫാമിംഗ് ഫ്രം ഹിസ് റൂഫ് ടോപ്പ്. ഈ ഒരു മാഹിർ എന്ന് പറയുന്ന ഒരു ബോയ് അവരുടെ റൂഫ് ടോപ്പിൽ ഓർഗാനിക് ഫാമിംഗ് നടത്തുന്നുണ്ട്.
വാട്ട് ഈസ് മോസ്റ്റ് ലൈക്ലി ടു ബി ട്രൂ അബൌട്ട് മാഹിർ? ഏതായിരിക്കും ഇതിൽ പറ്റിയുള്ള ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്? അതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ബി ആണ്. ഹീസ് പ്രാക്ടീസിങ് എ ടൈപ്പ് ഓഫ് ഫാമിംഗ് ദാറ്റ് ഈസ് വെരി എൻവയോൺമെൻ്റലി ഫ്രണ്ട്ലി. അല്ലേ, ഈ ഓർഗാനിക് ഫാം എന്ന് പറയുമ്പോൾ എന്താ, അവിടെ നമ്മൾ കെമിക്കലായിട്ടുള്ള ഒന്നും യൂസ് ചെയ്യുന്നില്ലല്ലോ. സോ ദാറ്റ് ഈസ് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി. Now question number 33. Raghu was an Indian farmer during 1950s. Which of the following institution reforms would we have witnessed in 1950? നമ്മൾ പഠിച്ച കാര്യമായിരുന്നു ടെക്നോളജിക്കൽ റിഫോംസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ റിഫോം. ഇതിൽ 1950 സംഭവിച്ച ഇൻസ്റ്റിറ്റ്യൂഷൻ റിഫോം നിങ്ങൾ അവിടെ സെലക്ട് ചെയ്യണം. അതിന് കറക്റ്റ് ആൻസർ വരുന്നത് ഡി ആണ്, അബോളിഷൻ ഓഫ് ജമീന്ദാരി സിസ്റ്റം. അറിയാത്തൊരു ജസ്റ്റ് ആ വീഡിയോ കണ്ടു നോക്കുക, ആ ഒരു അഗ്രികൾച്ചർ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പാർട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഡി ആണ് കറക്റ്റ് ആൻസർ. Now 34. Kamal uses HYV, high yielding variety of seeds and chemical fertilizers for what? To increase his wheat production. Which type of farming is Kamal practicing? വളരെ പെട്ടെന്ന് ആൻസർ കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എല്ലാം ആൾ യൂസ് ചെയ്യുന്നത് കെമിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഏതായിരിക്കും? ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ഫാമിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ അവർ കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് വന്നിരിക്കുന്നത്, പക്ഷേ കുറച്ചുകൂടി ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചു എന്ന് മാത്രം. നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് വന്നിട്ടില്ല. പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 35. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫോൾസ് അബൌട്ട് ദ ഫസ്റ്റ് ഹാഫ് ഓഫ് 19th century? 19th century കുറിച്ച് കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റിൽ ഫാൾസ് ആയിട്ടുള്ള വന്നിട്ടുള്ള ഏതാണ്? അതിൽ കറക്റ്റ് വരുന്നത് ദ പോപ്പുലേഷൻ ഡിക്രീസ് ഓൾ ഓവർ യൂറോപ്പ്. അത് കറക്റ്റല്ല, നമുക്കറിയാം. ആ ഒരു സമയത്ത് പോപ്പുലേഷൻ ഇൻക്രീസ് ആവുകയാണ് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ ഒരുപാട് സ്കേഴ്സിറ്റി ഓഫ് ഫുഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. ബാക്കിയെല്ലാം കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സാണ്. സോ ഡി ഈസ് അവർ ആൻസർ. പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 36. വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് നോട്ട് ആൻ എത്നിക് ഗ്രൂപ്പ് ദാറ്റ് ഈസ് ഇൻഹാബിറ്റഡ് ഇൻ ദ ബ്രിട്ടീഷ് ഐൽ ഇൻ ദ 16th century? ഏതായിരിക്കും? ഇംഗ്ലീഷ് അവിടെ ഉണ്ടോ നമുക്കറിയാം. ബ്രിട്ടീഷ് അവിടെ വരുന്നുണ്ടോ? ഇല്ല. സ്കോട്ട് വരുന്നുണ്ട്, ഐറിഷ് വരുന്നുണ്ട്. സോ അതിൽ കറക്റ്റ് വരുന്നത് ബ്രിട്ടീഷാണ് പിന്നീടാണ് അവർ വരുന്നത്. സോ കറക്റ്റ് ആൻസർ ബി ആണ്. പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 37. ഹൗ ഡിഡ് നെപ്പോളിയൻ ബ്രിങ് റെവല്യൂഷണറി ചേഞ്ചസ് ഇൻ ദ ഫീൽഡ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ? ഏതായിരിക്കും? അതിൽ ഫസ്റ്റ് ഓപ്ഷൻ മാത്രമാണ് കറക്റ്റ് വരുന്നത്. ഹി അബോളിഷ് ഓൾ പ്രിവിലേജസ് ബേസ്ഡ് ഓൺ ബർത്ത്. നമുക്കറിയുന്ന കാര്യമല്ല, അവിടെ 3 എസ്റ്റേറ്റ് ഉണ്ടായിരുന്നല്ലോ. അതിൽ ഫസ്റ്റ് 2 എസ്റ്റേറ്റ്സ് വർ എൻജോയിങ് ലോട്ട് ഓഫ് സ്പെഷ്യൽ പ്രിവിലേജസ് ഓൺലി ബിക്കോസ് ഓഫ് ദെയർ വെർച്യൂ ഓഫ് ദെയർ ബർത്ത്. അത് നെപ്പോളിയൻ അബോളിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് മാത്രമാണ് അതിൽ കറക്റ്റായിട്ട് വരുന്നത്. Now 38. What was the purpose of replacing the former royal standard with a new French flag, the tricolour, during the French Revolution of 1789? അവരെന്തിനാണ് പുതിയൊരു നാഷണൽ ഫ്ലാഗ് ഫ്രാൻസിൽ കൊണ്ടുവന്നാണ് ചോദിക്കുന്നത്. അതിന് കറക്റ്റ് ആൻസർ വരുന്നത് ടു ഇവോക്ക് ലോയൽറ്റി ടുവേർഡ്സ് എ നേഷൻ ഇൻസ്റ്റെഡ് ഓഫ് കിങ്. അല്ലേ, കൂടുതലൊരു നേഷനോടുള്ള ഒരു ഫീലിംഗ് അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. മുമ്പ് ആരോടായിരുന്നു കൂടുതൽ അവർക്ക് ലോയൽറ്റി ഉണ്ടായിരുന്നത്? അത് കിങ്ങിനോടായിരുന്നു. അത് മാറ്റി ഒരു നാഷണലിസം എന്നുള്ള ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ പുതിയൊരു നാഷണൽ ഫ്ലാഗ് അവിടെ കൊണ്ടുവന്നത്. Now question number 39. Which of the following is most likely reason why Government of India introduced a comprehensive land development program in the 1980s and 1990? എന്തിനാണ് ഈ ഒരു സമയത്ത് നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ലാൻഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം കൊണ്ടുവന്നത്? അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ടു ഹെൽപ്പ് ഫാമേഴ്സ് അക്രോസ് ദ കൺട്രി ആസ് ദ ഏർലിയർ പോളിസീസ് കോൺസെൻട്രേറ്റഡ് ഡെവലപ്മെൻറ്റ് ഇൻ ഫ്യൂ സ്റ്റേറ്റ്സ് ഓൺലി. അതായത് മുമ്പ് കൊണ്ടുവന്ന പ്രോഗ്രാംസ് എല്ലാം ചില സ്റ്റേറ്റിൽ മാത്രമായിരുന്നു ഫോക്കസ്ഡ് ആയത്. നമുക്കറിയാം, പ്രത്യേകിച്ചും ഗ്രീൻ റവല്യൂഷൻ പഞ്ചാബ്, ഹരിയാന പോലുള്ള സ്റ്റേറ്റിൽ മാത്രമായിരുന്നു അത് ഫോക്കസ് ചെയ്തിരുന്നത്. സോ ഇത് എല്ലാ സ്റ്റേറ്റിലേക്കും കൊണ്ടുള്ള പ്രോഗ്രാം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു ലാൻഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഈ ഒരു 1980s കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇനി നമുക്ക് ഇതേ ക്വസ്റ്റിന് ഒരു ഓർ പാർട്ട് കൂടെ വരുന്നുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് മൈറ്റ് നോട്ട് ഹെൽപ്പ് ഇൻ മോഡേണൈസിങ് അഗ്രികൾച്ചർ? ഇതിൽ കൊടുത്ത ഒരു കാര്യം നമുക്ക് മോഡേണൈസേഷൻ ഓഫ് അഗ്രികൾച്ചറിന് യൂസ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ഏതായിരിക്കും അത്? അത് സി ആണ്. അതായത് ഇൻക്രീസിങ് എക്സ്പോർട്ട് ഡ്യൂട്ടീസ് ഓൺ അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ്. അതൊരിക്കലും പറ്റില്ല. അതായത് മറ്റ് കൺട്രീസിൽ നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കവിടെ ഡ്യൂട്ടി കൂടുതൽ ഏർപ്പെടുത്താം. കാരണം അല്ലെങ്കിൽ ഒരുപാട് ഇമ്പോർട്ട് ഇങ്ങോട്ട് വരും, നമ്മുടെ ഫാമേഴ്സ് അവിടെ ട്രബിളിലാവും. പക്ഷേ ഇവിടെ പറഞ്ഞെന്താ, നമ്മൾ അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അതിന് ഡ്യൂട്ടി കൂട്ടണമെന്നാണ്. അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല.
അങ്ങനെ നമ്മൾ മറ്റ് കൺട്രീസോട് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഡ്യൂട്ടി കൂട്ടുകയാണെങ്കിൽ അത് നമ്മുടെ ഫാമേഴ്സിനെ ആയിരിക്കും അത് അഡ്വേഴ്സായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. സോ സി ആണ് കറക്റ്റ് ആൻസർ. Now question number 40. According to some economists, which of these is a quick fix for farmers to increase their income and reduce environmental degradation? അതായത് രണ്ട് കാര്യം അവിടെ ചെയ്യണം. ഫാമേഴ്സിനെ പെട്ടെന്ന് അവരുടെ ഇൻകം കൂടണം, അതുപോലെ അവർക്ക് ഇതിൽ ഈ ഒരു വഴിയിലൂടെ അവർക്ക് നമ്മുടെ എൻവയോൺമെൻറ്റ് ഡിഗ്രഡേഷൻ കുറയ്ക്കാൻ കൂടെ കഴിയണം. ഇത് രണ്ടിനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സജഷനാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. ഇത് ഒരു എല്ലാവരുടെയും സജഷനല്ല, അക്കോർഡിംഗ് ടു സം എക്കണോമിക്സും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇനി അതിന് കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് എ ആണ്, ഡൈവേഴ്സിഫൈങ് ദ ക്രോപ്പിംഗ് പാറ്റേൺ എവേ ഫ്രം സെറിയൽസ്. അതായത് മുമ്പ് അവർ ചെയ്തിട്ടുണ്ടായിരുന്ന ഈ സെറിയൽസ് മാത്രം ഗ്രോ ചെയ്യുമായിരുന്നു, അതിന് പകരം കുറച്ചുകൂടെ പുതിയ ക്രോപ്സ് അവർ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്കറിയാം ലാൻഡിന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും വരുന്നില്ല. സോ 40യുടെ ആൻസർ എ ആണ്. Now question number 41. അതൊരു സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അതിലെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്, നിങ്ങളവിടെ കറക്റ്റായിട്ടുള്ള വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ആൻ എക്സാമ്പിൾ ഓഫ് ഓവർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഫസ്റ്റ് കൊടുത്തത് ഇങ്ങനെയാണ്, ദ ഡിഗ്രഡേഷൻ ഓഫ് ക്വാളിറ്റി ഓഫ് ലാൻഡ്, എയർ ആൻഡ് ലോക്കൽ വാട്ടർ റിസോഴ്സസ്. അത് തീർച്ചയായിട്ടും അത് ഈ ഓവർ യൂട്ടിലൈസേഷൻ്റെ ഒരു എഫക്റ്റ് ആണല്ലോ, അല്ലെങ്കിൽ എക്സാമ്പിളാണ്, അത് കറക്റ്റാണ്. ദി മലയാൻ ടൈഗേഴ്സ് ബീയിങ് ക്ലാസിഫൈഡ് ആസ് എ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് സ്പീഷീസ്. ഒരു ടൈപ്പ് ഓഫ് ടൈഗേഴ്സ് അത് നമ്മൾ ഇന്ന് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്ന എൻഡേഞ്ചേർഡ് സ്പീഷീസിലാണ്. അത് വളരെ പെട്ടെന്ന് തന്നെ അവർ എക്സ്റ്റിങ്ഷനായി പോകുന്ന ടൈപ്പ് ഓഫ് സ്പീഷീസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ അതും നമുക്ക് ഈ ഓവർ യൂട്ടിലൈസേഷൻ റിസോഴ്സിൻ്റെ ഒരു എഫക്റ്റായിട്ട് നമുക്കവിടെ പറയാൻ പറ്റും. സോ എനി ഹൗ കറക്റ്റ് ആൻസർ വരുന്നത് ബോത്ത് പി ആൻഡ് ക്യൂ. ഞാൻ ക്വസ്റ്റ്യൻ നമ്പർ 42 വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. ദ റിസോഴ്സ് ഫൗണ്ട് ഇൻ മലൈ പെനിൻസുല ആൻഡ് വേരിയസ് പാർട്ട് ഓഫ് ആഫ്രിക്ക ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ബയോട്ടിക് ആൻഡ്, നിങ്ങൾ ഈ ഭാഗം നോക്കേ വേണ്ട, ഇത് കൺഫ്യൂസിങ് ആയിരിക്കും. പക്ഷേ നിങ്ങൾ ഈ ലാസ്റ്റ് പാർട്ട് നോക്ക്, ക്ലാസിഫൈഡ് ആസ് ബയോട്ടിക് ആൻഡ് അബയോട്ടിക്, നിങ്ങൾക്ക് അത് മാത്രം കിട്ടിയാൽ പോരെ. സോ കറക്റ്റ് ആൻസർ ചെയ്തായിരിക്കും ഓപ്ഷൻ എ ആണ്. നൗ ക്വസ്റ്റ്യൻ നമ്പർ 43. Which of the following is not an element of the Belgium model of power sharing? ബെൽജിയം മോഡൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതിൽ വരാത്ത കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ഡി ആണ്. അതായത് ടെറിട്ടറീസ് ബേസ്ഡ് ഓൺ ലാംഗ്വേജസ് വർ അബോളിഷ്ഡ് ആൻഡ് പീപ്പിൾ വർ എൻകറേജ് ടു ലീവ് എമംഗ്സ് ഈച്ച്. ഒരിക്കലും അല്ല അല്ലേ, വളരെ പീപ്പിളിനോട് അവിടെ ഫ്രണ്ട്ലി ആയിട്ട് ജീവിക്കാനാണ് അവർ ഇൻസ്ട്രക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതാണ് അവിടെ റോങ് ആയിട്ട് വന്നിരിക്കുന്നത്. നൗ ക്വസ്റ്റ്യൻ നമ്പർ 44. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് വിത്ത് റെസ്പെക്ട് ടു ദി എത്നിക് കോമ്പോസിഷൻ ഓഫ് ബെൽജിയം? ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളതാണ് നിങ്ങൾ സ്പെസിഫൈ ചെയ്യേണ്ടത്. അതിൽ കറക്റ്റ് നമുക്കറിയാം എ ആണ്. 59% പീപ്പിൾ ലീവ് ഇൻ ഫ്ലെമിഷ് റീജിയൻ ആൻഡ് സ്പീക്ക് ഡച്ച് ലാംഗ്വേജ്. ബാക്കിയെല്ലാം നിങ്ങൾക്ക് വായിച്ചറിയാൻ പറ്റും, ഫോൾസ് ഇൻഫർമേഷനാണ് കൊടുത്തിരിക്കുന്നത്. നൗ ക്വസ്റ്റ്യൻ നമ്പർ 45. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് അബൌട്ട് ദ തേർഡ് ടയർ ഓഫ് ഡെമോക്രസി ഈസ് ഫോൾസ്? നമുക്കറിയാം ലോക്കൽ ഗവൺമെൻറ് പറ്റിയാണ് പറയുന്നത്, അതിൽ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളവിടെ സെലക്ട് ചെയ്യണം. അതിൽ കറക്റ്റായിട്ട് വരുന്നത് ബി ആണ്. അതായത് എന്താ കൊടുത്തിരിക്കുന്നത്, ദ സ്റ്റേറ്റ് ഗവൺമെൻറ് റീറ്റെയിൻസ് ദ പവർ ഓവർ റവന്യൂസ് ഫോർ ലോക്കൽ ബോഡി. ഇത് കറക്റ്റ് അല്ല, കാരണം ഈ ആസ് പെർ ദ ഡീസെൻട്രലൈസേഷൻ ആക്ട് ഈ എന്താണ് സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്യുന്നത്? ആസ് പെർ ദ ഡീസെൻട്രലൈസേഷൻ ആക്ട് അവർ കൂടുതൽ റവന്യൂ ഇവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ അവർ ഹോൾഡ് ചെയ്യല്ല ചെയ്യുന്നത്. ദേ ഹാവ് ടു ഡിസ്ട്രിബ്യൂട്ട് മോർ ആൻഡ് മോർ റവന്യൂ ടു ലോക്കൽ ബോഡീസ്. നൗ ക്വസ്റ്റ്യൻ നമ്പർ 46. The Parliament cannot change the sharing of power between Union Government and State Government on its own. Any changes to it has to be first passed by both the House of Parliament with at least 2/3 of majority. നമുക്കറിയാം ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഷെയറിംഗ് ഓഫ് പവർ, അതിലെന്തെങ്കിലും പവർ ഷെയറിന് ചേഞ്ച് വരുത്തുക എന്ന് പറയുന്നൊരു ഈസി പ്രോസസ് അല്ല, അതിന് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യണം. ഇത് വിച്ച് ഫീച്ചർ ഓഫ് ഫെഡറലിസം ഡസ് ദ എബവ് സ്റ്റേറ്റ്മെൻറ്റ് അഡ്ഹിയർ ടു? നമ്മുടെ ഫെഡറലിസം ഒരുപാട് ഫീച്ചേഴ്സ് പഠിച്ചിട്ടില്ലേ, നമ്മൾ പഠിച്ച ഏത് ഫീച്ചറാണ് ഇതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നത്? നമുക്കൊന്ന് വായിച്ചൊക്കെ കിട്ടാവുന്ന ആൻസറേ ഉള്ളൂ. ഇതാണ്, ബി ആണ്. ചേഞ്ചസ് ഇൻ ദ ഫണ്ടമെൻ്റൽ പ്രൊവിഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ റിക്വയർ ദ കോൺസെൻറ്റ് ഓഫ് ബോത്ത് ലെവൽസ് ഓഫ് ഗവൺമെൻറ്. ഒരാൾക്ക് മാത്രമാണ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, ബോത്ത് ലെവൽസിൻ്റെയും പെർമിഷൻ അവിടെ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ക്വസ്റ്റ്യൻ നമ്പർ 47. അവിടെ ഒരു പാസേജ് കൊടുത്തിട്ടുണ്ട്, അതിൽ പറയുന്ന കാര്യം ഇതാണ്: ഓസ്ട്രിയ became a nation on 1st January 1901
when the British Parliament passed legislation enabling the 6 Austrian colonies to collectively govern in their own right as the Commonwealth of Australia. ഇവിടെ ഞാനിത് പറഞ്ഞ ഓസ്ട്രിയ എന്നായിരുന്നു, ഓസ്ട്രിയ അല്ല, ഓസ്ട്രേലിയയാണ്. ഇവിടെ ഓസ്ട്രേലിയ ഒരു ഇൻഡിപെൻഡൻറ്റ് നാഷനായ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് വാസ് എ റിമാർക്കബിൾ പൊളിറ്റിക്കൽ അക്കംപ്ലിഷ്മെൻറ്റ് ദാറ്റ് ഹാഡ് ടേക്കൺ മെനി ഇയേഴ്സ് ആൻഡ് സെവറൽ റെഫറൻഡ ടു അച്ചീവ്. ഇനി ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഫ്രം ദിസ് വി ക്യാൻ ഇൻഫർ ദാറ്റ് ഓസ്ട്രേലിയ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ഇത് നമ്മുടെ ഫെഡറലിസമായി കണക്ട് ചെയ്ത് വരുന്നൊരു ക്വസ്റ്റ്യനാണ്. ഇതിൽ പ്രത്യേകം പറഞ്ഞിട്ടില്ലേ, കളക്റ്റീവ്ലി ഗവേൺ ഇൻ ദെയർ ഓൺ റൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ഗസ് ചെയ്യാവുന്നൊരു ക്ലൂ നിങ്ങൾക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. സോ അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, കമ്മിങ് ടുഗെദർ ഫെഡറേഷൻ. നമ്മൾ പഠിച്ച കാര്യമായിരുന്നു, കമ്മിങ് ടുഗെദർ വരുന്നതാണ് ഓസ്ട്രേലിയ. നൗ വിച്ച് ഓഫ് ദി സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് നാഷണൽ ഡെവലപ്മെൻറ്റ് ഈസ് ട്രൂ? അതിൽ കറക്റ്റ് വരുന്നത് ബി മാത്രമാണ്, ഡിഫറെൻറ്റ് ഡെവലപ്മെൻറ്റ് ഗോൾസ് മേ ബി കോൺഫ്ലിക്റ്റിംഗ് ഫോർ എ കൺട്രീസ് ഡെവലപ്മെൻറ്റ്. നമ്മൾ പഠിച്ച കാര്യമായിരുന്നു, അത് മാത്രമാണ് അവിടെ റോങ് ആയിട്ട് വരുന്ന പോയിന്റ്. പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 49, ജവഹർലാൽ നെഹ്റു തോട്ട് ഓഫ് അസ് ടെമ്പിൾസ് ഓഫ് ദി ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ, ദാറ്റ് ഈസ് ഡാം. അതായത് നെഹ്റു ടെമ്പിൾസിനെ പോലെ കണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു ഇന്ത്യയിലെ ഡാംസ് എന്ന് പറയുന്നത്. ഹാവ് ആൾറെഡി ഡിസ്പ്ലേസ് 11 മില്യൺ ഇന്ത്യൻസ്. ബട്ട് നമ്മൾ ഈ ഡാം കൺസ്ട്രക്ഷന് വേണ്ടി ഒരുപാട് ആളുകളെ നമുക്ക് അവിടെ നിന്ന് ഡിസ്പ്ലേസ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. വാട്ട് ഈസ് ദിസ് ആൻ എക്സാമ്പിൾ ഓഫ്? നമ്മൾ പഠിച്ച കാര്യമായിരുന്നു. ഈ കറക്റ്റ് ഇത് സെയിം എക്സാമ്പിൾ നമ്മുടെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായിരിക്കും, ഏത് ടൈപ്പ് ഓഫ് ഗോൾസാണ് വരുന്നതിൽ? നമുക്കറിയാം, ദാറ്റ് ഈസ് എ ആണ്, കോൺഫ്ലിക്റ്റിംഗ് ഡെവലപ്മെൻറ്റൽ ഗോൾസ്. ഒരു ഭാഗത്ത് നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് വരുമ്പോൾ തന്നെ മറ്റു ഭാഗത്ത് ഒരുപാട് പേര് അവിടെ നിന്ന് ഡിസ്പ്ലേസ് ആയി പോകേണ്ടി വരുന്നുണ്ട്. പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 50, as of 2020, India is the 6th largest economy in the world, but is ranked low in per capita income. What can be the reason for this? നമ്മൾ ഒരു 6th ലാർജസ്റ്റ് എക്കോണമി ആണെങ്കിൽ നമ്മുടെ PCI കുറച്ച് കുറവാണ്. അതിന് മെയിൻ കാരണം എന്തായിരിക്കും? നമുക്ക് പെട്ടെന്ന് ആലോചിച്ചാൽ കിട്ടുന്ന കാര്യമുള്ളൂ. ഡി ആണ്, ഹൈ പോവർട്ടിയാണ് മെയിൻ റീസൺ ആയിട്ട് വരുന്നത്. Now question number 51, അവിടെ നിങ്ങൾക്ക് ഒരു പാരഗ്രാഫ് കാണാൻ പറ്റും. It is about absenteeism. Absenteeism is one of the most basic indicators of to what extent the educational needs of students are met by schools. If students are turning their back on the education they are provided, it means that we need to ask ourselves, is something happening in our schools and classroom that distracts students from education? അപ്പോൾ ഇതിൽ എന്തിനെക്കുറിച്ച്, ദ റിസേർച്ചേഴ്സ് ആർ മോസ്റ്റ് ലൈക്ലി റെഫറിങ് ടു ദ ഫാക്ടേഴ്സ് ദാറ്റ് എഫക്റ്റ്. എന്തിനെക്കുറിച്ചാണ് നമ്മൾ ഈ പാരഗ്രാഫിൽ പ്രത്യേകിച്ച് കൊടുത്തിരിക്കുന്നത്? നമുക്കറിയാം, ഇറ്റ്സ് അബൌട്ട് നെറ്റ് അറ്റൻഡൻസ് റേഷ്യോ, അല്ലേ? കുട്ടികൾ സ്കൂളിലേക്ക് വരുന്നതും മറ്റു കാര്യങ്ങളും അതിൽ കൊടുത്തിരിക്കുന്നത്. സോ നെറ്റ് അറ്റൻഡൻസ് റേഷ്യോ ആണ് കറക്റ്റ് ആൻസർ. ഇനി ഇവിടെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി നമുക്കറിയാം, നമ്മുടെ സിലബസിൽ നാഷണൽസ് ആൻഡ് യൂറോപ്പ് എന്ന ചാപ്റ്ററിൽ പ്രത്യേകിച്ച് മാപ്പൊന്നും ഒരു സ്പെസിഫിക് ആയിട്ട് സിലബസ് കൊടുത്തിട്ടില്ല. ബട്ട് സ്റ്റിൽ ഇതൊരു മാപ്പ് ക്വസ്റ്റ്യൻ കാണുന്നുണ്ട്. അതിങ്ങനെയാണ്, ഓൺ ദ മാപ്പ് ഗിവൺ ബിലോ ദ 4 ടെറിട്ടറീസ് വിച്ച് ഡിഫീറ്റഡ് നെപ്പോളിയൻ ആർ മാർക്ക്. നെപ്പോളിയൻ കോൺക്വർ ചെയ്ത 4 ടെറിട്ടറീസ് കാണിച്ചിട്ടുണ്ട്. PQRS. പി ബ്രിട്ടനാണ്, ക്യു ഓസ്ട്രിയയാണ്, ആർ റഷ്യയാണ്, ആർ പ്രഷ്യയാണ്, എസ് റഷ്യയാണ്. വിച്ച് വൺ ഓഫ് ദീസ് ഹാസ് ബീൻ മാർക്ക് ഇൻകറക്റ്റ്? ഇതിൻ്റെ ലൊക്കേഷൻ ഏതിൻ്റെയൊക്കെയാണ് ഇൻകറക്റ്റായി കൊടുത്തിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ബി ആണ്, അതായത് QR. ഓസ്ട്രിയയുടെയും റഷ്യയുടെയും ലൊക്കേഷൻ അവിടെ കറക്റ്റായിട്ടല്ല കൊടുത്തിരിക്കുന്നത്. ഒന്നുകൂടെ പറഞ്ഞു, സിലബസ് അനുസരിച്ച് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രത്യേകിച്ചൊരു മാപ്പ് ക്വസ്റ്റ്യൻ വരുന്നില്ല എന്ന് പ്രത്യേകം CBSE ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നൗ 53, ലുക്ക് അറ്റ് ദ മാപ്പ് ഗിവൺ ബിലോ ഷോയിങ് ദ ലൊക്കേഷൻ ഓഫ് ഫ്യൂ റിവർ ഡാംസ് ഇൻ ഇന്ത്യ. നമ്മൾ എക്സ്പെക്ട് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതിൽ ഇവിടെ സലാൽ കൊടുത്തിട്ടുണ്ട്, ബക്രാനിൽ കൊടുത്തിട്ടുണ്ട്, ടെഹരി കൊടുത്തിട്ടുണ്ട്, സദാസർ കൊടുത്തിട്ടുണ്ട്. വിച്ച് വൺ ഓഫ് ദം ഹാസ് ബീൻ മാർക്ക് ഇൻകറക്റ്റ്ലി? ഇതിൽ ഏതാണ് ഇൻകറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇനിയും മാപ്പ് പ്രാക്ടീസ് കഴിയാത്തൊരു ജസ്റ്റ് പ്രാക്ടീസ് നോക്കുക. നിങ്ങൾക്ക് 2 മാർക്ക് ഉറപ്പായി കിട്ടുന്ന ഏരിയ ആണത്. ഇതിൽ ഇൻകറക്റ്റായി കൊടുത്തിരിക്കുന്നത് എസ് ആണ്, അതായത് സർദാർ സരോവർ ഡാമാണ് ഇവിടെ ഇൻകറക്റ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, എല്ലാവരും അപ്പോൾ ഇനി റിവൈസുള്ള ഏരിയാസ് വേഗം റിവൈസ് ചെയ്യുക, ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ എക്സാം.